ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴ പുളിശ്ശേരി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലേ? എപ്പോഴല്ല, മാമ്പഴം കിട്ടുന്ന സമയത്ത് മാത്രം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൂവാണ്ടൻ മാങ്ങ പഴുപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പൊ അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു പഴം പുളിശ്ശേരി. അപ്പൊ നല്ല സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തത്. നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് നിറച്ച് നാളികേരം ചിരകിയത്, 1 കപ്പ് തൈര്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 7-8 മണി കുരുമുളക്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 അച്ച് വെള്ളം, പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു 7 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ 1 തണ്ട് കറിവേപ്പില. താളിക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 കതിര് കറിവേപ്പില. പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം. ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പൊ ഞാൻ 4 ഇത്തിരി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇതേ ഇത്രയും 3 കഷ്ണങ്ങളായിട്ടാട്ടോ നുറുക്കിയെടുക്കുന്നത്. അതിലേക്ക് തന്നെ നമുക്ക് നുറുക്കിയിടാം. അപ്പൊ ഇത് 2 പഴവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് അല്ലാതെ നമ്മൾ ഇടാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിലിടാം. ശർക്കര, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് ഇടുന്നതില് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. പഴം വേവുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരപ്പും ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇത് തിളച്ച് വന്നിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് താളിക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളകും വേപ്പിലയും കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പുളിശ്ശേരിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.